ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LGS എക്സാമിനേഷൻ അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ളത്. 10th ലെവൽ പ്രിലിംസിനും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്ന വിധത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് നമ്മൾ ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള കേരള ചരിത്രമാണ് കേട്ടോ. കേരള ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതും PSC ഇതിനു മുൻപ് LGS ലെവലിൽ ചോദിച്ചിട്ടുള്ള എക്സാമിനേഷനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ മൈക്കിന്റെ കാര്യം, ശബ്ദത്തിന്റെ കാര്യം, ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ്സിൽ കണ്ടു. അപ്പോൾ അതിനുടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. എക്കോ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ സൗണ്ട് കുറവാന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മൾ അതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും. പിന്നെ അതുപോലെ ടെലിഗ്രാം ചാനൽ, നിങ്ങളിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് വരും. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ്. വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ്. ബോസ് കൃഷ്ണമാചാരി. കേരളീയം 2023 ലോഗോ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ 24 കേരള ഭൂപടങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് കേരളീയം 2023 ലോഗോ. കേരളത്തിന്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ ഒരു ലോഗോ സൃഷ്ടിച്ചിട്ടുള്ളത്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേര് മിഷൻ സേഫ് ബ്രത്ത് എന്നതാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത്. മിഷൻ സേഫ് ബ്രത്ത് എന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത്. മിഷൻ സേഫ് ബ്രത്ത് എന്നത്. ഓക്കെ, അടുത്തത് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്താണ് ചെറുതന. ചെറുതന മികച്ച ശിശു സൗഹൃദ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന. ആലപ്പുഴ ജില്ലയിലാണ് ചെറുതന. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്താണ് ചെറുതന. ഇനി വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികളല്ലാത്ത ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. നവകിരണം. ഓക്കെ, റിവൈസ് ചെയ്യാം. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ്. ബോസ് കൃഷ്ണമാചാരിയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീ അണയ്ക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത് എന്നത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്താണ് ചെറുതന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. അടുത്തത് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് അതിഥി ആപ്പ്. അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയത്താണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള പാളയത്താണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള പാളയത്താണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്തത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്ഫോസ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഫോസ്ഫോസ് എന്നത്. ഓപ്പറേഷൻ ഫോസ്ഫോസ്. ഓപ്പറേഷൻ ഫോസ്ഫോസ്. ഓക്കെ, റിവൈസ് ചെയ്യാം.
അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്നത്. ഓക്കെ. കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയത്താണ്. കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്തിലാണ് കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരളത്തിലെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി. കേരളത്തിലെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തരാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി. അടുത്തത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതായിരുന്നു? വാർഡ് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് കണ്ടിട്ടുള്ളവരല്ലേ എല്ലാവരും? കലങ്ങുമുകളാണ്. കലങ്ങുമുകളാണ് വാർഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്നത് കലങ്ങുമുകളാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയുമാണ്. ഓക്കെ. കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്തിലാണ്. പുലിക്കയം. കേരളത്തിലെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറ. അടുത്ത സെറ്റ് ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് എവിടെയാണ്? കാന്തല്ലൂരാണ്. കാന്തല്ലൂർ. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ്. ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ് കേട്ടോ. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ബീറ്റ്സ്. ബീറ്റ്സ് എന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ബീറ്റ്സ് ആണ്. ബീറ്റ്സ്. ഓക്കെ. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീച്ച് എന്നത്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടി പാലം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടി പാലം സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണാണ്. വാഗമൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടി പാലം സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണാണ്. വാഗമൺ. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് സൂര്യാംശു. ആണ് കേട്ടോ. സൂര്യാംശു. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് സൂര്യാംശു. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ആണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ആണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ആണ് ഇന്ദ്ര. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഓപ്പറേഷൻ കോക്ടെയിൽ ആണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഓപ്പറേഷൻ കോക്ടെയിൽ. എക്സൈസ് ഓഫീസുകളിലാണ് കേട്ടോ. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടി പാലം എവിടെയാണ്? വാഗമണ്ണാണ്. വാഗമൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടി പാലം സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണാണ്.
കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു ആണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ഇന്ദ്രയാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. അടുത്തത്, പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. സമുന്നതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത ശക്തൻ നഗറാണ്. ശക്തൻ നഗർ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ നഗറാണ്. ശക്തൻ നഗർ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. സജ്ജരായിരിക്കുക എന്ന അർത്ഥം എടുത്താൽ മതി. സജ്ജം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. അടുത്തത്, കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. ഓപ്പറേഷൻ ഇ സേവ. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ നഗറാണ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. അടുത്ത ചോദ്യം, നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തിയാണ് കേട്ടോ. ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അത് ബീഹാറാണ്. അപ്പൊ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളവും ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറുമാണ്. എന്താ നമ്മൾ പറഞ്ഞത്? നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നദി ഏതാണ്? പെരിയാർ. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളവുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ.
പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF-സും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.